ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കൊല്ലം ഏനാത്ത് നമ്മുടെ സൂര്യകാന്തി സീസണാണ്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഇന്നലെ മെയ്ദിനൊക്കെ ആയിട്ട് ഇക്കാക്ക് ഓട്ടോ ഒക്കെ കുറവായിരുന്നു. അപ്പോൾ ഇക്കറിഞ്ഞ് സൂര്യകാന്തി കാണാൻ പോകാം എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു തമിഴ്നാട്ടിലായിരിക്കുമെന്ന്. ഇപ്പോൾ വീട്ടിൽ തൊട്ടടുത്ത് സൂര്യകാന്തി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഇക്കറിഞ്ഞ് തമിഴ്നാട്ടിലൊന്നും അല്ല, ഇവിടെ ഏനാത്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പത്തനാപുരം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ സൂര്യകാന്തി കാണാൻ വേണ്ടി ഇറങ്ങി. പക്ഷേ ഉച്ചയ്ക്കാണ് വന്നത്. അതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. വെയിലൊന്നും വകവയ്ക്കാതെ എന്നിട്ട് നല്ല തിരക്കുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ വെയിലായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം മാത്രമേ ഇവിടെ നിന്നുള്ളൂ. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി വെയിലാണ്. വീട്ടിൽ പോയാൽ ഇരിക്കാനും കിടക്കാനും ഒന്നും പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, കൊല്ലം ബീച്ച് വരെ പോകാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ കൊല്ലത്തേക്ക് പോവാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷനൊക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങളിതാ നേരെ കൊല്ലത്തേക്ക് എത്താറായിട്ടുണ്ട്. പോകുന്ന വഴി തട്ടുകടയിൽ കയറി നല്ല ചൂട് ചായ ബജ്ജിയൊക്കെ കഴിച്ചു. അപ്പം ഞങ്ങളുടെ ചെറുക്കനിക്കൊരു ഫീമെയിൽ പൂച്ചകളെ വാങ്ങണമെന്നുണ്ടായിരുന്നു. 2-3 അക്വറിയത്തിൽ കയറി നോക്കിയിട്ട്, പക്ഷേ എല്ലാം കുഞ്ഞു കുഞ്ഞുങ്ങളാണ്. അതിനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, അവൻ കടിച്ചു കൊല്ലുകയാണ്. കുഞ്ഞുങ്ങൾ കളിഞ്ഞ് ദൂരം കിളികളൊക്കെ ഉണ്ട്. ഇത് ആമ്പൂച്ചയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊല്ലം ബീച്ചിലെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ കയറുന്നത് പാർക്കിലോട്ടാണ്. അപ്പോൾ എന്തായാലും കൊല്ലത്തെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ബീച്ചിൽ. അപ്പോൾ നിങ്ങൾ പോയി ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വാ. അതെ, എനിക്ക് യൂട്യൂബിൽ ഒരാട്ടം കാട്ടല്ലേ ശരി. ഇവിടുന്ന് ഇറങ്ങിയ പിന്നെ കയറാൻ പറ്റില്ല. അത് കയറിയാലോ? ആ വേണോ?
ഓ പട്ടം അടുത്ത് വന്നിരുന്നു. കണ്ടല്ലോ നല്ല തിരക്കുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. നല്ല വെക്കേഷനൊക്കെ ആയതുകൊണ്ട്, അതുപോലെ നല്ല ചൂടല്ലേ, അതുകൊണ്ട് എല്ലാവരും ഉച്ച കഴിഞ്ഞ് ബീച്ചിലോട്ടങ്ങ് ചാടും. നല്ല തണുപ്പല്ലേ ഇവിടെ, കാറ്റും കൊണ്ടിരിക്കാൻ തന്നെ സമയം പോകുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ കുറേ സമയമായി വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഏതാ വേണ്ടിയേ? അപ്പം നേരം സന്ധ്യ ആയിട്ടുണ്ട്, ഇരുട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഉപ്പിലിട്ടത് കണ്ടപ്പോൾ എന്തായാലും വാങ്ങാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നെല്ലിക്ക മാങ്ങയൊക്കെ വാങ്ങി. അപ്പോൾ കുറേ പേരിവിടെ മൈലാഞ്ചി ഇടുന്നുണ്ടപ്പോൾ എനിക്കും കൊതി തോന്നി ഇടണമെന്ന്. പക്ഷേ 2 ദിവസം ഇതിൻ്റെ കളർ നിൽക്കത്തോളം, എന്തായാലും ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ മൈലാഞ്ചി ഇടുകയാണ്. പെട്ടെന്ന് അതിൻ്റെ കളറങ്ങ് പോകും, എന്തായാലും കുഴപ്പമില്ല ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇടുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വേറെ 2-3 അക്വറിയത്തിനും കൂടെ വരുന്ന വഴി കയറി. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ, നല്ല ക്യൂട്ടായി കിട്ടുകൊണ്ട് കാണാൻ, എന്ത് രസം കാണാൻ. ഈ പൊടി കുഞ്ഞിന് ഒരെണ്ണത്തിന് ഇതിൻ്റെ റേറ്റ് 4500-5000 രൂപയാണ് ഫീമെയിലിൻ്റെ വില. അപ്പോൾ ഇത്രയും പൊടി കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞങ്ങളുടെ പൂച്ച ഇതിനെ കാണിച്ച് കൊന്നു കളയും, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. വലിയ പൂച്ച ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊടി കുഞ്ഞിനെ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. പൊടി കുഞ്ഞാണ്. അപ്പോൾ ജീവിതയോട് പോകുന്ന ഈ പള്ളിപ്പെരുന്നാളാണ്, നല്ല ബ്ലോക്കുണ്ട് റോഡിൽ, കുറേ സമയം കൊണ്ട് ഇവിടെ ബ്ലോക്കായിട്ട് കിടക്കുകയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.